സെക്ഷൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് സെക്ഷൽ കൺസെൻറ്റിനെ കുറിച്ചാണ്. സെക്ഷൽ കൺസെൻറ്റ് എങ്ങനെ മാനിപ്പുലേറ്റഡ് കൺസെൻറ്റ് ആവുന്നു, അതേപോലെ ഈ സെക്ഷൽ കൺസെൻറ്റും പ്രോമിസും രണ്ടും രണ്ടല്ലേ, അങ്ങനെ തുടങ്ങി പല ചോദ്യങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് എം സുഷമയാണ്. നമസ്കാരം മേഡം. നമസ്കാരം മേഡം, നിലവിലെ ചില കേസുകൾ അടിസ്ഥാനത്തിൽ തന്നെ ചോദിക്കുകയാണ്, ഈ കൺസെൻഷ്യൽ കൺസെൻറ്റ് അതേപോലെ മാനിപ്പുലേറ്റഡ് കൺസെൻറ്റ് ഇവ തമ്മിലൊരു വ്യത്യാസം എന്താണ്? എപ്പോഴാണ് ഈ കൺസെൻഷ്യൽ കൺസെൻറ്റ് മാനിപ്പുലേറ്റഡ് കൺസെൻറ്റായി മാറുന്നത്? അതായത് സെക്സ് എന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിൽ വിവാഹശേഷം മാത്രം ചെയ്യേണ്ട എന്തോ ഒരു ദിവ്യമായ പവിത്രമായ സംഗതിയാണ് എന്നൊരു പൊതുബോധം നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. അപ്പം ഇങ്ങനെയൊരു പൊതുബോധം നിലനിൽക്കുന്ന സമൂഹത്തിലെ ആളുകൾ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ എടുക്കുന്ന ഒരു മുൻകൂർ ജാമ്യം പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹ വാഗ്ദാനം നൽകിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരം ഒരു കാര്യത്തിന് അടിമപ്പെടേണ്ടി വന്നത്, അല്ലെങ്കിൽ ഞാൻ കീഴ്പ്പെട്ടു കൊടുത്തത് എന്നുള്ളൊരു തോന്നലാണ്. ആ തോന്നൽ സമൂഹത്തിൽ വരുത്താൻ വേണ്ടിയാണെന്ന് തോന്നുന്നു കുട്ടികളെല്ലാവരും ഇങ്ങനെ ഒരു അതിജീവിത എന്ന പേരിൽ ലേബൽ ചെയ്യപ്പെടുന്ന എല്ലാവരും പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതാണ് എന്ന് പറയുന്നത്. ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടികൾ മിക്കവരും നല്ല വിദ്യാഭ്യാസമുള്ള, സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിൽ ജീവിക്കുന്ന, അങ്ങനെ വളരെ നല്ല കുടുംബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളാണ് അധികവും ഇപ്രകാരം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ഈ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞ് പീഡിപ്പിക്കപ്പെടുന്നത്, ഇപ്പോൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റി കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ 2021 ഓഗസ്റ്റ് മാസം മുതൽ 2023 മാർച്ച് മാസം വരെയുള്ള കാലയളവിൽ അവരുടെ ഒരു ഡോക്ടറാണ് അതിജീവിത, അവരെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ 2021 ഓഗസ്റ്റ് മാസം മുതൽ 2023 മാർച്ച് മാസം എന്ന് വരെ പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. ഇത്തരം കാലയളവിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ഡോക്ടറായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ നിരവധി തവണ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കി എന്ന് പറയുന്നത് തന്നെ അവിശ്വസനീയമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ എപ്പോഴും നമ്മുടെ സുപ്രീം കോടതി ആവട്ടെ, ഹൈക്കോടതി ആവട്ടെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു 27 വയസ്സുകാരനെ കീഴ്ക്കോടതി ശിക്ഷിച്ച നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള അപ്പീൽ ഉത്തരവിൽ പറയുകയുണ്ടായി. അതായത് നമ്മൾ എപ്പോഴും ഒരു മിയർലി ബിക്കോസ് ഓഫ് എ കൺസെൻഷ്വൽ സെക്സ് turned a sore at a later point of time, it cannot be a reason to allege rape എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നല്ല ബന്ധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു സെക്ഷൽ കൺസെൻറ്റ്, സാധാരണ കൺസെൻറ്റും, അതിൽ വിള്ളൽ വന്നു കഴിയുമ്പം അത് മാനിപ്പുലേറ്റഡ് കൺസെൻറ്റുമായി മാറുന്നു എന്നുള്ളത് റേപ്പ് എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പം തീർച്ചയായും വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നത് സത്യമാണെങ്കിൽ തന്നെ അത് തീർച്ചയായും റേപ്പ് എന്ന ലെവലിൽ വരുന്നില്ല, ആ ഒരു ഒഫൻസിൻ്റെ ഭാഗമായി വരുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായും വിശ്വാസവഞ്ചനയാണ്, അതൊരു ചെറിയ കുറ്റമല്ല. നല്ല ഒരു ബന്ധത്തിൽ പോയിക്കൊണ്ടിരുന്ന പ്രണയബന്ധങ്ങളിൽ വിള്ളൽ വരുമ്പോൾ മാത്രം അത് തീർച്ചയായും അത് കൈപ്പേറിയതായി മാറുമ്പോൾ ആ കൺസെൻ്റ് അല്ലാതെയാവുകയാണ്. അത് തീർച്ചയായും ഒരു വിജയത്തിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കണം എന്നുള്ള ഒരു തരം വാശിയിൽ കോടതിയെയും പോലീസിനെയും ഒക്കെ സമീപിക്കുകയാണ് പെൺകുട്ടികൾ. അതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് തോന്നുന്നു. അല്ലാതെ ഒരുപാട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കാണാതെ പോവരുതാത്ത ചില കാര്യങ്ങളുണ്ട്. തീർച്ചയായും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, തീർച്ചയായും ഉണ്ട്. പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും വ്യക്തമായ ഒരു നമ്മൾ സ്വാംശീകരിക്കേണ്ട കാര്യങ്ങൾ പോലും ഇത്തരം കേസുകളിലൂടെ അതിൻ്റെ ഒരു തീവ്രത നഷ്ടപ്പെടുകയാണ്. അതിൻ്റെ എന്താണ് സത്യസന്ധമായി നടക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെടാതെ പോവുകയാണ്. പ്രോമിസും കൺസെൻറ്റും അത് രണ്ടും വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഉറപ്പ് കിട്ടിയതിൻ്റെ പുറത്ത് ഞാൻ മറ്റുള്ളൊരു വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് പലരും പറയുന്നത്. അപ്പം അങ്ങനെ ആ കൺസെൻറ്റും ഉറപ്പും രണ്ടായി തന്നെ കാണേണ്ടതല്ലേ? തീർച്ചയായും. കാരണം ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു പെൺകുട്ടിക്ക് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് വാഗ്ദാനം കൊടുക്കുമ്പോഴേക്കും അത്തരം കാര്യങ്ങൾക്ക് വഴങ്ങേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത്തരം പ്രണയബന്ധങ്ങളിൽ രണ്ടു പേരുടെയും സ്വകാര്യതയുടെ ഭാഗമായുള്ള
ഒരു ഇഷ്ടങ്ങളാണ് നമ്മൾ ലൈംഗിക ബന്ധത്തിലൂടെ അവരവിടെ നല്ല സമയത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്. അതിൽ വിള്ളലുണ്ടാവുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈംഗിക ബന്ധത്തിന് സമ്മതം നൽകി എന്ന് പറയുന്നത് എനിക്ക് വിവാഹ വാഗ്ദാനം നൽകിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് അതിന് കീഴ്പ്പെട്ടത് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു അതിന് ആ ഒരു കാര്യത്തിൽ എത്രത്തോളം നമ്മൾ സത്യസന്ധത കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതേപോലെ ഇപ്പം ഈ രണ്ടുപേർ തമ്മിൽ പരസ്പര ധാരണയിൽ പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം അത് പീഡനം എന്ന രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ അതിന് എത്രമാത്രം ഒരു നിയമത്തിൻ്റെ ബലം എത്രമാത്രം കിട്ടും? അതായത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ഈ മാസം തന്നെ ജൂലൈ മാസത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം 27 വയസ്സായ ഒരു യുവാവിന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ കേസിലെ അതിജീവിത ഇതുപോലെ തന്നെ ഒരു ഡോക്ടറാണ്, വിവാഹിതയായ ഒരു ഡോക്ടറാണ്. അവർ തീർച്ചയായും തിരുവനന്തപുരത്ത് നിന്ന് സഞ്ചരിച്ചു വന്ന് കോഴിക്കോടെത്തി താമരശ്ശേരിയിൽ ചെന്നൊരു റൂം എടുക്കുന്നു, അവിടെ ഒരു ദിവസം താമസിക്കുന്നു. പിറ്റേ ദിവസം തിരൂരിൽ വരുന്നു, അവിടെ ഒരു ലോഡ്ജിൽ റൂം എടുക്കുന്നു, താമസിക്കുന്നു. അതിനുശേഷം ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ വരികയാണ്. അതോടുകൂടി പറയുന്നത് എന്നെ 27 വയസ്സായ ഈ യുവാവ് എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ്. ഈ ഒരു നിലവിലുള്ള വിവാഹം നിലനിൽക്കെ തന്നെ ആ വിവാഹിതയായ ഒരു പെൺകുട്ടി എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിലെ അർത്ഥശൂന്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ആലോചിച്ചാൽ മതിയാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത്തരം ട്രോമകൾ ഒരു യുവാവിൻ്റെ അല്ലെങ്കിൽ യുവ സമൂഹത്തിൻ്റെ ജീവിതം തന്നെ തൊലയ്ക്കാൻ ഉതകുന്നതാണ് എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്, വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പം ഈ ബലാത്സംഗ കേസ് എന്നുള്ളത് നിലനിൽക്കില്ല, വഞ്ചന മാത്രമായിരിക്കും ഈ കേസിൽ നിലനിൽക്കാൻ പോകുന്നത്. മറ്റൊരു പുരുഷൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പെൺകുട്ടിക്ക് പരാതിയുണ്ടെങ്കിൽ തീർച്ചയായും അത് വിശ്വാസവഞ്ചന തന്നെയാണ്. ആ കുട്ടി അദ്ദേഹം എന്നെ വിവാഹം കഴിക്കും എന്നുള്ള വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ മറ്റൊരു പുരുഷൻ എൻ്റെ പ്രണയിതാവ് എന്നെ വിവാഹം കഴിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ലൈംഗിക വീഴ്ചയ്ക്ക് സമ്മതിക്കുന്നുവെങ്കിൽ പിന്നീട് അദ്ദേഹം ആ വാക്കിൽ നിന്ന് പിന്മാറുന്നുവെങ്കിൽ തീർച്ചയായും അത് വിശ്വാസവഞ്ചന തന്നെയാണ്. അത് റേപ്പ് എന്ന ഡെഫിനിഷൻ്റെ അകത്ത് വരുമോ എന്നുള്ളത് മാത്രമേ നമ്മളൊരു ചോദ്യചിഹ്നമായിട്ടുള്ളൂ. കാരണം അതിൽ തീർച്ചയായും നല്ല ശുദ്ധമായ കൺസെൻറ്റ്, ഉഭയകക്ഷി സമ്മതം, രണ്ടുപേരുടെയും ലൈംഗിക വീഴ്ചയിൽ ഉഭയകക്ഷി സമ്മതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കേസ് വരുമ്പോൾ ഇവർക്കും രണ്ടുപേർക്കും, അതായത് പുരുഷന് അനുകൂലമായി വരുന്നതും സ്ത്രീക്ക് പ്രതികൂലമായി വരുന്ന ഘടകങ്ങളും ഈ കൺസെൻറ്റ് തന്നെയാണ് ഭാവിയിൽ കേസ് നടത്തിക്കൊണ്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഈ കൺസെൻറ്റ് തന്നെയാണ് അപ്പോൾ ഉയർത്തപ്പെടുന്ന കാര്യം. അതേപോലെ മറ്റൊരു സംശയമുള്ളത്, ഈ കൺസെൻറ്റ് ഒരു തവണ കൺസെൻറ്റ് നൽകി കഴിഞ്ഞാൽ പിന്നീട് അത് ആ ഒരു ഒരുപാട് കാലത്തേക്ക് അല്ലെങ്കിൽ എപ്പോഴും ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ളൊരു സമ്മതമായി കരുതാൻ പറ്റും. അത് പിൻവാങ്ങാനുള്ളൊരു സാഹചര്യം കൂടെ ഇല്ലേ, അവകാശം കൂടെ ഇല്ല? അത് തീർച്ചയായും പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. അതായത് നമ്മൾ ഒരു തവണ ഒരാൾ നമ്മളെ പറ്റിച്ചു എങ്കിൽ തീർച്ചയായും നിരവധി തവണ അതേ വാഗ്ദാനത്തിൽ വഴിപ്പെട്ട് നമ്മൾ വീണ്ടും വീണ്ടും അവനോടൊപ്പം പോകുന്നു എന്ന് പറയുന്നത് അത് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വീഴ്ചയാണ്. തീർച്ചയായും നമ്മൾ വിശ്വസിക്കാം എന്ന് കരുതി നമ്മൾ വീണ്ടും വീണ്ടും പോകുന്നത് അതൊരു വിശ്വാസ വഞ്ചനയായിട്ട് പോലും നമുക്ക് പരിഗണിക്കാൻ പാടില്ല. നിയമവശമല്ല, ഒരു വിശ്വാസ വഞ്ചനയായിട്ട് പോലും പരിഗണിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ ഒരു വാഗ്ദാനം ഒരു പ്രാവശ്യം നൽകി പിന്നീട് വീണ്ടും വർഷങ്ങളോളം 5ഉം 10ഉം വർഷങ്ങളോളം ഈ യുവാവിൻ്റെ പിറകെ പോകുന്നു. അതിനുശേഷം ഇദ്ദേഹം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നു. തീർച്ചയായും നല്ല ബന്ധങ്ങളിൽ ഏത് സമയത്തും വിള്ളലുകൾ ഉണ്ടാവാം. ആ വിള്ളലുകൾ ഒരു മറയായി കണ്ടുകൊണ്ട് ഇപ്രകാരം ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടത്. ഇപ്പം എൻ്റെ അനുഭവത്തിൽ വിവാഹിതയും 2 കുട്ടികളുടെ മാതാവുമായ 50 വയസ്സുള്ള ഒരു സ്ത്രീ 60 വയസ്സുകാരനുമായി 7-8 വർഷം ജീവിച്ചതിന് ശേഷം അദ്ദേഹത്തിനെതിരെ റേപ്പ് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, തീർച്ചയായും അവർ തമ്മിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ
രണ്ടാമത് ആരോപിക്കുന്ന കുറ്റം ലൈംഗിക വീഴ്ച നടന്നു എന്നതിനോടൊപ്പം തന്നെ സാമ്പത്തികമായ ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകി എന്ന് പറയുന്നുണ്ട്. പരസ്പരം രണ്ടുപേരും ആരോപിക്കും, ഞാൻ അങ്ങോട്ടാണ് കൊടുത്തത്, അല്ല ഞാൻ ഇങ്ങോട്ടാണ് കൊടുത്തത് എന്ന് പറയും. ഈ ലൈംഗിക വീഴ്ച നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ സാമ്പത്തിക പരമായ കൈമാറ്റങ്ങളും, പണത്തിൻ്റെ കൈമാറ്റം, വസ്തുക്കളുടെ കൈമാറ്റം, ഇതൊക്കെ ഈ ബന്ധങ്ങളിൽ നടന്നു വരുമ്പോൾ അതിൽ സംഭവിക്കുന്ന വിള്ളലുകളും ഈ പ്രണയബന്ധം വഴിതെറ്റിപ്പോവാൻ ഇടയാക്കുന്നുണ്ട്. അപ്പം തീർച്ചയായും ഈ എല്ലാ റേപ്പ് കേസുകളിലും ഒരു 90% റേപ്പ് കേസുകളിലും സാമ്പത്തികമായ ആരോപണങ്ങളും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ഞാൻ കണ്ടിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം വിവാഹ ബന്ധത്തിലാണെങ്കിലും ഇപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ കൺസെൻറ്റ് വേണ്ടേ? ഭാര്യയുടെ ഒരു കൺസെൻറ്റ് വേണം. തീർച്ചയായും. അതായത് നമ്മൾ രണ്ടുപേരും ഒരു ലൈംഗിക വീഴ്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് സാധാരണ സെക്സ് എന്ന നടപടി നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അതിൽ സമ്മതമില്ലായ്മ പ്രകടിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എനിക്ക് സമ്മതമല്ല എന്നറിയിക്കുകയാണെങ്കിൽ തീർച്ചയായും മറ്റേ വ്യക്തി പിന്മാറുകയേ മതിയാവും. അല്ലെങ്കിൽ അവിടെയാണ് റേപ്പ് ഉണ്ടാവുന്നത്. എനിക്ക് സമ്മതമില്ലാത്ത ഒരു കാര്യം എൻ്റെ എതിർകക്ഷി എന്നിൽ അടിച്ചേൽപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹം നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോഴോ ആണ് റേപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുന്നത്. എൻ്റെ സമ്മതത്തിന് വിരുദ്ധമായി എന്നെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും ലൈംഗിക വീഴ്ച നടത്തുകയും ചെയ്യുമ്പോഴാണ് റേപ്പ് എന്ന് പറയുന്ന ഒരു ഒഫൻസ് ഉണ്ടായി വരുന്നത്. അല്ലാതെ നമ്മളെപ്പോഴും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളതിനെ നമ്മളെപ്പോഴും അത് അവർ നല്ല സമയങ്ങളിൽ ജീവിച്ചിരുന്നപ്പോഴുള്ള എന്താ പറയുക, പ്രണയാർദ്രമായ നിമിഷങ്ങളാണ് ഈ സെക്സിലേക്ക് എത്തിക്കുന്നത്. അപ്പം അത് വിള്ളലുണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഉഭയകക്ഷി സമ്മതപ്രകാരമല്ല, മാനിപ്പുലേറ്റഡ് കൺസെൻ്റായി മാറുന്നത്. അത് അന്നേ എന്നെ ബലം പ്രയോഗിച്ച് ചെയ്തതാണ് എന്ന് പിന്നീട് പോലീസിൽ പരാതി കൊടുക്കേണ്ടി വരുന്നത് അദ്ദേഹത്തെ ഒന്നുകിൽ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാനോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു പരാതിയുമായി ഒരു പുരുഷനെതിരെ ഒരു സെക്സ് അബ്യൂസ് പരാതിയുമായി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായും പോലീസ് സംവിധാനം അങ്ങനെ അവരുടെ ഒരു നടപടി, അവരുടെ ഒരു പരാതി രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. എന്ന് പറഞ്ഞാൽ അതിലെ കേസിൻ്റെ മെറിറ്റിലേക്കൊന്നും ആരും എത്തി നോക്കേണ്ട കാര്യമില്ല. ഒരു സ്ത്രീ ചെന്ന് എനിക്ക് പരാതിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തേ മതിയാവും. പക്ഷേ ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി പിന്നീട് ഉള്ള എല്ലാ വിഷമങ്ങളും സഹിക്കേണ്ടി വരുന്നത് പുരുഷനാണ്. കാരണം ബെയിലിന് പോകണം, അതിൽ ഒളിവിൽ പോകണം, ചിലപ്പം ഒരു കുറേ കാലം റിമാൻഡിൽ കിടക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുരുഷൻ അനുഭവിക്കേണ്ടി വരുന്നത്. സ്ത്രീകളും തീർച്ചയായും അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും സ്ത്രീകൾക്കുമുണ്ട്, ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. പിന്നെ ഇങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നിരവധി ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്കുമുണ്ട്. അതിൻ്റെ പുറമെ യഥാർത്ഥത്തിൽ അതിജീവിതകളാവുന്ന സ്ത്രീകളുടെ ഒപ്പം നമ്മൾ അവരുടെ ഒപ്പമാണ് നിൽക്കേണ്ടത്, അതിജീവിതകൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. പക്ഷേ ഇത്തരം അബ്യൂസുകൾ, ഇത്തരം മിസ്യൂസുകൾ വരുന്നതോട് കൂടിയിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായ കാര്യങ്ങൾക്കൊപ്പം നമ്മൾക്ക് ആർക്കും നിൽക്കാൻ പറ്റാതെ വരും. നമ്മുടെ മനസാക്ഷി കുറേശ്ശെ അതിൽ നിന്ന് പിൻവലിഞ്ഞു പോകും. സത്യസന്ധത തിരഞ്ഞു നോക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. കാരണം സത്യം ഏതാണ്, ദുരുപയോഗം ചെയ്യുന്നത്, വകുപ്പുകളെ ദുരുപയോഗം ചെയ്യുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തത് ഒരു നേരിയ വ്യത്യാസത്തിൻ്റെ പുറത്തായിരിക്കും. കാരണം നമ്മളെപ്പോഴും അതിജീവിതകൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. അത് പ്രത്യേകിച്ചൊരു സ്ത്രീ എന്ന നിലയിലും ഞാൻ അതിജീവിതകൾക്കൊപ്പം തന്നെ. പക്ഷേ പുരുഷനും ഈ കാര്യത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന വകുപ്പുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന പുരുഷന്മാർ ഓരോരുത്തരും ഈ ഒരു കാര്യത്തിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പം നിലവിൽ ഈ 2021 അല്ലെങ്കിൽ 2021 മുതൽ 23 വരെ നിരന്തരമായി ഇങ്ങനെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ആരോപണം ഉന്നയിച്ച് വരുമ്പോൾ അതിന് എത്രമാത്രം ഒരു നിയമത്തിൻ്റെ ബലം ലഭിക്കും? അങ്ങനെ കാലം കൂടുന്തോറും അതിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ 3 വർഷം നിരന്തരമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തി ഇപ്പം മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് കോടതിക്ക് അദ്ദേഹത്തിൻ്റെ വാദം അംഗീകരിക്കാതിരിക്കാം. അത് കോടതിയുടെ ഡിസ്ക്രിഷനാണ്. പക്ഷേ അദ്ദേഹത്തിന് സാധാരണ എല്ലാ പ്രൊസീജിയറുകളിലൂടെയും കടന്നു പോയതിന് ശേഷം പിന്നെ ട്രയലൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത്
ഈ കൺസെൻറ്റ് പ്രോപ്പർ ആയിരുന്നോ, അതിൽ യാതൊരു മിസ്കൺസെപ്ഷൻ ഓഫ് ഫാക്റ്റ് എന്ന് പറയും, ആ മിസ്കൺസെപ്ഷൻ ഓഫ് ഫാക്റ്റ് ഒന്നും ഇല്ലാതെയാണ് കൺസെൻറ്റ് നേടിയെടുത്തത് എന്ന് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ വക്കീലന്മാർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അദ്ദേഹത്തെ ഒരുപക്ഷെ നിയമത്തിൻ്റെ നൂലാമാലകളിൽ നിന്ന് ഒഴിവാക്കിയേക്കാം. മാഡം, അതേപോലെ ഈ 2021 മുതൽ 23 എന്നൊരു സംഭവം, അതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം വന്നൊരു പെൺകുട്ടി അതിനെക്കുറിച്ച് പറയുമ്പം ആ പെൺകുട്ടിക്ക് എങ്ങനെയായിരിക്കും ആ വിഷയത്തിൽ, ആ ഒരു സംഭവത്തിൽ നീതി കിട്ടുന്നത്? ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ അതിജീവിതയ്ക്ക് പോലീസിൻ്റെതായാലും ഒരു സംരക്ഷണം നിയമസംഹിതയുടെ, ഇപ്പം നമ്മുടെ നിലവിലെ നിയമസംഹിതയുടെ പരിരക്ഷ ലഭിച്ചു എന്നുള്ളതിന് തെളിവാണ് അവർ ആരോപണ വിധേയനാക്കിയ യുവാവിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് തന്നെ. FIR രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവർ നിയമപരിരക്ഷയ്ക്കുള്ളിൽ വന്നു എന്നുള്ളതാണ്. ഇനി അവരെ പോലീസ് വിശദമായ അന്വേഷണം നടത്തും, വിശദമായ സാക്ഷികളെ കണ്ട് മൊഴി രേഖപ്പെടുത്തും, കുറ്റപത്രം സമർപ്പിക്കും, കോടതിയിൽ ട്രയൽ നടക്കും. ഇനി ട്രയൽ നടന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. കൺസെൻറ്റ് പ്രോപ്പർ ആയിരുന്നോ അല്ലാതെ മാനിപ്പുലേറ്റഡ് കൺസെൻ്റ് ആയിരുന്നോ എന്നുള്ളതൊക്കെ കോടതി തീരുമാനിക്കും. അതിന് പ്രോപ്പർ ട്രയൽ നടന്നിട്ട് അവർക്ക് എന്തായാലും അവരിനി നിയമപരിരക്ഷയ്ക്കുള്ളിൽ തന്നെ വന്നു കഴിഞ്ഞു. നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് സെക്ഷൽ കൺസെൻറ്റും അതേപോലെ മാനിപ്പുലേറ്റഡ് കൺസെൻറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ചായിരുന്നു. മാഡം നമുക്കത് വളരെ കൃത്യമായി തന്നെ, വിശദമായി തന്നെ പറഞ്ഞു തന്നു. താങ്ക് യു മാഡം.